ഹായ് ഗൈസ്, അങ്ങനെ ഇന്ന് എൻ്റെ 9ാം മാസത്തിലുള്ള വയറ് കാണൽ ചടങ്ങായിരുന്നു. അൻഷറിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മായിമാരും അനിയനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ വല്യച്ഛന്മാരും വല്യമ്മയും അമ്മായിമാരൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് അവരെത്തി. നമ്മളപ്പോൾ വീട്ടിൽ ഫുഡൊക്കെ കൊടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊന്നും നമ്മൾ പുറത്തുനിന്നല്ല മേടിച്ചിരുന്നത്, എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നുള്ള ഒരു ധാരണയിൽ അന്നത്തെ ദിവസം പതിവിനും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം എനിക്ക് നല്ല തളർച്ചയും ക്ഷീണമൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ചൂടിൻ്റെയാണ് കേട്ടോ. ഈ ചൂട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ചൂട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം നോർമൽ ക്ലൈമറ്റ് ചൂടാണെങ്കിൽ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ചൂട് കൂടുതലായിരിക്കും. അതിൻ്റെയും കൂടി ഒരു തളർച്ചയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മേനെ സഹായിക്കാൻ വേണ്ടി നേരത്തെ എണീറ്റ് ഞാൻ വീണ്ടും അവിടെ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങി. പിന്നെ ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴാണ് എനിക്കൊരു ഉന്മേഷം കിട്ടിയത്. അവരൊരു 10:11 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും കൂടി നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1:30 ആകുമ്പോഴേക്കും നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഊണിന് ചിക്കൻ റോസ്റ്റ് ചെയ്തതും പോർക്ക് റോസ്റ്റ് ചെയ്തതും കേര കറി വെച്ചതും പിന്നെ ചൂരയാണെന്ന് തോന്നുന്നുണ്ട് വറുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെയായിരുന്നു നോൺ ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് മാമ്പഴ പുളിശ്ശേരി, അച്ചാറ്, പപ്പടം, കാബേജ് തോരൻ, ഇതൊക്കെയായിരുന്നു വെജ് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഇലയൊക്കെ മുറിച്ച് എല്ലാവർക്കുള്ള ഫുഡൊക്കെ വിളമ്പി. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ വന്നവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തു. അവരുടെ കൂടെ എനിക്ക് വിശപ്പിന്റെ വിളി വന്നപ്പോൾ ഞാനും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഈ കോണും പിന്നെ ഐസ്ക്രീമും അച്ഛൻ സെപ്പറേറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഊണൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് വിശാലമായിട്ട് ഉമ്മർത്ത് വന്നിരുന്നു കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരത്തെ ചായ കുടിക്കാനൊന്നും അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അവർ തിരിച്ചു പോയി. അമ്മായിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറണമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സമയം വൈകിക്കാതെ അവർ തിരിച്ചു. അങ്ങനെ വയറ് കാണാൻ വരുന്ന ആ ഒരു ചടങ്ങ് ഇതോടുകൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ണി വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി ഉണ്ണി ഉണ്ടായിട്ട് 2 കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു അവർ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പലഹാരങ്ങൾ. അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് ഇതിങ്ങനെ പങ്കുവെക്കാനായിട്ട് തുടങ്ങി. പഴക്കൊലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നാശമായി പോവും. അതുകൊണ്ട് അവർ ആ പണി അവിടെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് വയറ് കാണാൻ വരുന്നതിൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.